അണ്ണൻ, അക്ക, ചക്ക, തങ്കച്ചി, ഞാൻ ഉന്നെ വിടമാട്ടേൻ, നീ എൻ പുന്നകൈ മന്നൻ, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. എന്താണ് അവിടെ? ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിത്തിരി തമിഴ് പഠിക്കാമെന്ന് കരുതി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? ഓടാ, സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വേണ്ടി എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. പോടാ പൈത്യക്കാരാ, പോയി തൂങ്ങടാ, ഇല്ലെങ്കി കൊന്നിടുവേ. ആ നീ കഥ അടച്ച് തൂങ്ങ്. ഇവിടെ എങ്ങാണ്ടാണല്ലോ വീണത്. എല്ലാരും എന്തോന്നാ തപ്പിക്കളിക്കുന്നത്? എന്റെ കയ്യിൽ നിന്നൊരു ഗുളിക താഴെ വീണു. അത് തിരയായിരുന്നു. മച്ചത്തേക്കോട്ടാ രാത്രിയില്. ഞാനൊന്ന് ഭാര്യ വീട് വരെ. ഓ ഗോപികൃഷ്ണ, എന്തോ പറമ്പിൽ നെല്ലിക്കായത്തുണ്ട്, 3 ചാക്ക് കിട്ടുവോ? 2 ചാക്ക പറിച്ചോളച്ചാ. കുറച്ചുകൂടെ പറിക്ക. എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി. മച്ചമ്പി, ഇന്നലെ ഞാൻ നല്ല തൂങ്ങി, ഒന്നും അറിഞ്ഞില്ല. നീ തൂങ്ങിയോ? നിജമാ സന്നാ തൂങ്ങല. എന്തേ, നിനക്ക് സുഖമില്ലേ? ആരാത്? ആരാ കിടക്കുന്നേ? അയ്യോ, ഇത് നമ്മുടെ ഹരികൃഷ്ണനല്ലേ മോനെ? നമ്മുടെ ശാന്തി മുഹൂർത്തം ആകെ കലങ്ങിപ്പോയില്ലേ? ഞാൻ ഉറങ്ങിപ്പോയി. അമ്മ, അമ്മ, നിനക്ക് എന്ത് പറ്റിയടാ മോനെ? ഏത് കുട്ടിച്ചാത്തനാണ് നിന്നെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്? എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനാരാണ്ട് കൈവശം കൊടുത്തേ. അയ്യോ, എന്താ കാര്യം? എന്ത് പറ്റിയടാ? എന്താ അവനെ പശു തൊഴിച്ചോ? വീട്ടിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി എന്റെ കുഞ്ഞ് നേരം വെളുത്തപ്പോ എങ്ങനെയാ ഈ തൊഴുത്തിനകത്ത് കിടന്നുറങ്ങുന്നത്? ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും എന്തോ ദോഷകാലമാ. നീ എവിടെയാടാ രാത്രി കിടന്നത്? മുറിയില്. ഉറങ്ങി എണ്ണീറ്റതോ? ദാ ഇവിടെ. അതെന്താ, ഇവിടുത്തെ പശുക്കൾക്ക് കാന്തശക്തി ഉണ്ടോടാ? കഴിഞ്ഞ ജന്മം ഇമ്പല് പോത്തോ മറ്റോ ആയിരുന്നിരിക്കും. അതാ ഇപ്പൊ ഇവിടെ കിടന്ന് തുടങ്ങുന്നത്. ഇനി ഞാനൊരു സത്യം തുറന്നു പറയാം. അമ്മേ ഇങ്ങൊന്നേ. എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേക്കുന്നത്? എങ്ങനെ ഇതിനുള്ളിൽ കേറുക? ഇതെന്താ ഇത്? ഓ അച്ഛാ, പാന്റ്
അമ്മാവാ പാണ്ട് പാണ്ട് നിനക്കെന്താടാ വല്ല പ്രേതബാധയുണ്ടോ? ഓരോരോ ലീലാവിലാസങ്ങള്. മോഹം ഉണ്ടെങ്കില് അവനവന് ചേരുന്ന ഒന്ന് തയ്പ്പിക്ക, അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുകയല്ല. എനിക്കിത് പാകാണ് അച്ഛാ. പിന്നെ ഇട്ട് പരിചയമില്ലാത്തോണ്ടാണ് ഈ ഞൊണ്ടല്. അമ്മേ ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലില്ലേ? അയ്യോ അമ്മാവാ. ആരെ കാണിക്കാനാണെങ്കിലും ശരി, ആര് വേഷം കിട്ടിയാലും ശരി, ഹരികൃഷ്ണന്റെ കാര്യത്തിലുള്ള തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം. എന്താടി കാര്യം? ഇന്നലെ രാത്രി അകത്ത് കിടന്ന കുട്ടി നേരം വെളുക്കുമ്പോ എങ്ങനെയാ തൊഴുത്തിലെത്തിയത്? നിങ്ങൾ എല്ലാരും കൂടെ കൂടി അവനെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കിടത്തി. ഞങ്ങളോ? അതെ, നിങ്ങൾ എല്ലാരും ചേർന്നാ അങ്ങനെ ചെയ്തത്. ഉറക്കത്തിലേ അവൻ എങ്ങനെ തോന്നിയത്രേ? അച്ഛാ ഇത് നിനക്ക് തിന്നാനോ നിന്റെ പശുവിന് തിന്നാനോ? അധികം ലോഹ്യൊന്നും വേണ്ട. വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ ഇത്തിരി മാറ്റമൊക്കെ ഞാനും കാണുന്നുണ്ട്. നേര് പറഞ്ഞാൽ വന്നത് വേലക്കാരിയല്ല, ഒരു ദേവതയാണ്, അടുക്കള ദേവത. സത്യം പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? പറ, ആണോ? ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യുവോ? എന്നാ ഈ വെള്ളത്തിലോട്ട് ചാട്. ചാടും. ചാട്. നേര് പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത്. മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റുവീഴ്ചയുണ്ട്. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അല്ല, ഒന്നിച്ചുള്ള ഈ തടം തുറക്കലും വളവിടലും കളപറിക്കലും ചാക്കിൽ നിറക്കലും ഒക്കെ ഇത്തിരി കുറഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ. ആ തോന്നൽ അനാവശ്യമാ. ഗോപികൃഷ്ണൻ ഇത്തിരി വിത്ത് വാങ്ങിക്കാൻ പോയി. ജയകൃഷ്ണൻ ഇത്രയും നേരം ഇവിടെ കിളയ്ക്കാനുണ്ടായിരുന്നു, ഇപ്പൊ ഒന്ന് കുളിക്കാൻ പോയി. എന്നാ എനിക്ക് പിഴച്ചു. മുതലാളി, ഞാൻ പറഞ്ഞത് അടിയോടെ വെട്ടിക്കള. അയ്യോ എന്റെ കാല്. ഇയാളെ കല്യാണം കഴിച്ച ഈ കുളം എന്റെ പേരിൽ എഴുതി തരുമോ? ഓ എഴുതി തരാം. തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ 2 ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം. ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്കൊന്ന് കുളിക്കണ്ടേ? ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ? ഏയ് ആരും വരില്ല. നീ ധൈര്യമായിട്ട് കുളിച്ചോ. എന്നാ ചേട്ടനും ചാട്. ചാട്. ആ ഇനിയൊരു കുളിയാവാ. ഇന്നെന്താ ഇത്ര നേരത്തെ? വയ്യ, ഒരു ഉഷാറില്ല. ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ. അതാണ് നല്ലത്. മനസ്സറിഞ്ഞൊന്ന് കുളിച്ചാൽ ഒരു ഉഷാറ് വരും. 40, 41, 42, 43, 44, 45. 45 ആയുള്ളൂ. ഇത് ഞാൻ പൊട്ടിച്ചേരാം. എന്നാ മുങ്ങ. അത്രക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ നിന്നെ ഞാൻ കെട്ടിയിരിക്കും. വെറുമാക്ക് പറയരുതേ. വെറും വാക്കല്ല ജയകൃഷ്ണന്റെ വാക്ക്. എന്നേക്കാൾ കൂടുതൽ നേരം നീ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നിന്നെ വെള്ളത്തിൽ വെച്ച് കിട്ടും. എന്നാൽ എണ്ണിക്കോ. ആ കെട്ടിയില്ലേ? അപ്പോൾ കാണാം. കാണാം. 1, 2, 3, 4, 5, 7, സുഖമായിട്ടൊന്ന് മുങ്ങി കുളിച്ചാലാ ക്ഷീണമൊന്ന് മാറും. അയ്യാ. കഴിവറ പോലെ കണ്ട തേവിടിശകൾക്ക് കലക്കി കുളിക്കാനാണോടാ കാരണവന്മാർ നിനക്ക് കുളം കുഴിച്ചു തന്നിരിക്കുന്നത്? എന്നെ വിടും. സർവനാശം വരുത്താൻ ഓരോരോ സന്തതികള്. എന്റെ കയ്യിലോട്ടാടി വെള്ളത്തിൽ നിന്ന് അവള് പൊന്തി വന്നത്. കുടുംബമാഹാത്മ്യം പറഞ്ഞ് കുട്ടികൾക്ക് പാളത്തൊപ്പിയും കൊടുത്ത് പറമ്പിൽ കുഴികുത്താൻ വിടുമ്പോ ആലോചിക്കണം. ഇങ്ങനെ കുളത്തിലും കിണറ്റിലും ഒക്കെ ഓരോന്നോരോന്ന് പൊന്തും. ആ യശോദ അല്ലെങ്കിൽ ഇത്തിരി അധിപ്രസംഗം അച്ചമ്പി. മുതലാളിയെ കണ്ടപ്പോ മുങ്ങിയതാ. ഇത്രയിലൂടെ കഴിഞ്ഞെങ്കിൽ ചത്തേനെ. എന്നാ ഞാൻ ഒരു സത്യം തുറന്നു പറയാച്ച, അവര് തമ്മിൽ സ്നേഹത്തില. അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കല്യാണം കഴിപ്പിക്കുന്നതല്ല അന്തസ്. ആഹാ, അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു? ഏകദേശം അറിയായിരുന്നു. ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിന് കൂട്ടുനിൽക്കുക? വെട്ടിക്കൊല്ലണ്ടടാ അവനെ അവളെ. അല്ലെങ്കിൽ ഞാൻ കൊല്ലും. ജയിലെങ്കിൽ ജയില്. എന്നാലും മാനം വിറ്റൊരു ജീവിതത്തിന് ഞാൻ വഴങ്ങില്ല. ഇറങ്ങി വാടാ. ഇറങ്ങി വരാ. നിനക്ക് പണ്ടാരത്തിനെ കെട്ടണോടാ. എനിക്ക് അവളെ വേണ്ട, അവളെ വേണ്ട. എന്താ പിന്നെ നാട്ടിക്കരുത്. 3 പേരോടും കൂടാ പറയുന്നത്, മനസ്സിലായോ? ഓ പവിഴോ, ഒരു കുടം വെള്ളം ആ വാഴക്കന്നിന് നനയ്ക്കണം. എന്താ വാഴയ്ക്ക്? ഒരു ചിന്ന വാഴക്കുട്ടി ഇല്ലേ അങ്കെ, പുതിയത്. അതൊക്കെ തണ്ണി വിട്, കുടിക്കട്ടെ.
പവിഴം പവിഴം എന്റെ ദൈവമേ, മോളെ പവിഴോ, മോളെ നിനക്ക് എന്ത് പറ്റി മോളെ? മോളെ നിനക്ക് എന്ത് പറ്റി? എന്റെ അമ്പലത്തറ ദേവി, ഈ തറവാട്ടിൽ ആദ്യമായിട്ടാണല്ലോ ഒരു പെൺകുട്ടി തലചുറ്റി വീഴുന്നത്. എന്താ മോളെ? ബഹളം വെച്ച് വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നതാ. ആളാരാന്ന് ചോദിച്ചു. അവള് കൊന്നാലും പറയില്ല. ശരിക്കും കൊന്നുകൊടുത്താ പറയോ? അറം പറ്റുന്നൊന്നും പറഞ്ഞേക്കരുതേ. നെല്ലും പതിരും വേർതിരിക്കാൻ എനിക്കറിയാം. അവളെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു ഭാനുമതി. പുറത്തൊരാൾ ഇതറിയുന്നതിന് മുമ്പ് ഒന്നുകിൽ ഈ വീടിന് തീ വെക്കുക, അല്ലെങ്കിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുക. എന്താ? അവിടെ അണ്ണനെ വരുത്തിക്കാം, അല്ലെങ്കിൽ അച്ഛനെ. എന്നാലും ഒരു ഭയം പോലെ. അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? പരമനാറി പട്ടി കഴിവേറടാ മോളെ. അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ കണ്ണപ്പാ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും പെങ്ങൾക്ക് വിശ്വാസാവില്ല. എങ്കിലും ഇത്തിരി വേദനിച്ചിട്ട് ചോദിക്കുക, പെങ്ങൾക്ക് സ്വന്തം മക്കളെ മാത്രമേ വിശ്വാസമുള്ളൂ അല്ലേ? ഞാൻ വരൂല. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ലേ? കേറി വാടാ ഇങ്ങോട്ട്. അച്ഛൻ പോയാൽ ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങി വരാനാ പറഞ്ഞത്. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അച്ഛാ. ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാല് ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും. ഇറങ്ങി വാടാ. എടാ, നീ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ? അമ്മ ഇങ്ങോട്ട് വരട്ടെ, നിലയില്ല, ചത്തു. നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ? സത്യം പറയാ. പെട്ടിട്ടുണ്ടെന്ന് വെച്ച് മക്കളെ ഇങ്ങനെ തള്ളരുത്. നിങ്ങൾ ഒരു തള്ളയല്ലേ തള്ള. സത്യം പറയണ. നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനെ അല്ല. സത്യം പറയടാ, നീ തറവാടിനെ ചതിച്ചോ? അച്ഛനാണ് സത്യം, അത് ഞാൻ ചെയ്തിട്ടില്ല. അവള് നിന്റെ പേര് പറഞ്ഞാലോ? ഞാൻ തൂങ്ങിച്ചാകും. വേണ്ട, ഞാൻ തന്നെ നിന്നെ തൂക്കിക്കൊള്ളാം.